പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു യാത്ര പോയി കഴിയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കുറേ കോസ്മെറ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇപ്പോൾ ചില ആളുകൾ ആദ്യം ഒന്ന് ക്ലെൻസർ വെച്ചിട്ടായിരിക്കും വൃത്തിയാക്കുന്നത്. ഇപ്പോൾ ക്ലെൻസർ വെച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ഏറ്റവും മേലെയുള്ള ലെയറിൻ്റെ ഓയിലിനെയും ഡേർട്ടിനെ കളയുള്ളൂ. അങ്ങനെയുള്ളവർ കുറച്ച് കഴിയുമ്പോൾ ഫേസ് വാഷ് തന്നെ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതേപോലെ നിങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഇതേപോലെ നന്നായിട്ട് ഡേർട്ടൊക്കെ ഉണ്ടാവും. ഈ ഡേർട്ടും ഈ പൊടികളൊക്കെ നമ്മുടെ ചെറിയ ഈ ഹോൾസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വാഷ് ചെയ്ത് കളയണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ വാഷ് ചെയ്യുന്നതൊക്കെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർക്ക് സ്ക്രബുള്ള ഈ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കും, അത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കും. അപ്പോൾ അങ്ങനെ ഉരയ്ക്കരുത്. ശരിക്കും നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കുരു ഉണങ്ങുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് മാർക്സ് ഒക്കെ വരും. ശരിക്കും പറയുന്നത് നമ്മുടെ ഈ വിരലിൻ്റെ അറ്റുണ്ടല്ലോ, അതുകൊണ്ട് പതുക്കെ മസാജ് ചെയ്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ കാണിക്കേണ്ട ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക തന്നെ വേണം. അല്ലാണ്ട് കുറേ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് മാത്രം ഇരിക്കരുത്. ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് PCOD എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം, നമ്മൾ മുടി വളരാൻ വേണ്ടി തലയിൽ കുറേ എണ്ണ ഇടുമല്ലോ, എന്നിട്ട് എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തല കഴുകിയിട്ടാണ് പുറത്തിറങ്ങും. പക്ഷെ എന്തുണ്ടാവും, ഈ തലയിലുള്ള എണ്ണ മുഖത്തിലൂടെ എന്തായിട്ടുണ്ടാവും, ഒലിച്ചിട്ടുണ്ടാവും. എണ്ണ ഒരു ഓയിലി മെറ്റീരിയൽ അല്ലേ. ഓയിലി മെറ്റീരിയൽ ആവുന്ന സമയത്ത് അതെന്താണ്, അത് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള പോർസിനെയൊക്കെ വീണ്ടും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതെന്താവും, വീണ്ടും കുരു ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും കൂടെ മുഖം കഴുകുന്നത് നല്ലതാണ്. ഓക്കെ. അതല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് കൂടുതൽ നെറ്റിയിലായിരിക്കും കുരു വരിക, ഒന്നും കൂടെ എണ്ണ ഒലിച്ചിറങ്ങുന്ന ഭാഗത്ത്. പക്ഷേ ഇവിടേക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അതേപോലെയുള്ള ആളുകൾക്ക് കുരു വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ നമ്മൾ മോർണിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ ലിൻഡാമൈസിൻ കൊടുക്കും, നൈറ്റ് ആണെങ്കിൽ അഡാപ്പലിൻ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു 8 hours ഉറക്കെങ്കിലും വേണം. അതായത് ഉറങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഈ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവും. സ്ട്രെസ് ഹോർമോൺസ് എന്തുണ്ടാക്കും, കുരുവിനെ ഉണ്ടാക്കും. അപ്പോൾ എന്താണ്, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഒരു 2.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. പിന്നെ ഭക്ഷണം ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ച് പകരം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ മുട്ടയൊന്നും കഴിച്ചു കഴിഞ്ഞാൽ മോക്കുരു വരത്തൊന്നുമില്ല കേട്ടോ. ഈ മുട്ടയുടെ വെള്ളം ആക്ച്വലി ഭയങ്കര നല്ലതാണ്. മുട്ടയുടെ വെള്ള, ചിക്കൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ പയർ വർഗ്ഗങ്ങൾ, ഇതുപോലെ പ്രോട്ടീനായിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ കൂട്ടി ഈ കാർബോഹൈഡ്രേറ്റ്സും പഞ്ചസാരയും ഭക്ഷണത്തിൽ കുറയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം, മോർണിംഗ് കുറച്ച് എക്സസൈസ് ചെയ്യുക. അപ്പോൾ കുറേ സമയം, ഇപ്പം നമുക്ക് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ സമയം ചിലപ്പോൾ എക്സസൈസ് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 5 minutes എങ്കിലും ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ